Yes, my dear students, welcome to Aegon Learning. SL ആണ് നമ്മൾ ഫിസിക്സിന്റെ അവസാന ഘട്ട പ്രിപ്പറേഷനിലേക്ക് കടക്കുന്നു. ഓരോ ദിവസവും പുതിയ കോണ്ടന്റ് വീഡിയോകളും ലൈവുകളും എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാകും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിൽ പലപ്പോഴും കുട്ടികൾ ബുദ്ധിമുട്ടുന്ന ഒരു സെക്ഷനാണ് 2 മാർക്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഭാഗം. ഓക്കെ, അവിടെ നമുക്ക് ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അതിൽ ചില പ്രോബ്ലംസ് വരാറുണ്ട്, ചില അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എങ്ങനെയാണ് നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് മാക്സിമം ഡീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. റെഡിയാണോ? സോ നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് പ്രഡിക്ഷൻസും കൂടിയാണ്. മാത്സ് എക്സാം കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ വിചാരിച്ച പോലെ ക്വസ്റ്റ്യൻസ് വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബട്ട് അങ്ങനെയൊന്നുമല്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. Our first question. A ball is thrown vertically upwards with an initial velocity u. Calculate the time taken to reach maximum height. Time ആണ് കാണേണ്ടത്. ഒരു ഒബ്ജക്റ്റിനെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നേരെ മുകളിലേക്ക് ത്രോ ചെയ്യുന്നു. ത്രോ ചെയ്ത് അതൊരു ഹൈറ്റ് വരെ ഇങ്ങനെ പൊങ്ങി പോകുന്നുണ്ട്. ഉറപ്പായിട്ട് നമുക്കറിയാം ഒരു ഹൈറ്റ് വരെ അതിങ്ങനെ മൂവ് ചെയ്തു പോകും. എപ്പോഴും ഇത്തരം ക്വസ്റ്റ്യനിൽ തരാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് ഡാറ്റകളുണ്ട്. ഒരു ബോഡി ഏറ്റവും മേലേക്ക് എറിഞ്ഞാൽ അതൊരു ഹൈറ്റ് വരെ പോയിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുക. ആ മാക്സിമം ഹൈറ്റിൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. അത് മുകളിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്വേർഡ് ജേണിയിൽ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിലും അതിൻ്റെ ആക്സിലറേഷൻ -g ആയിരിക്കും. ഇത് മക്കൾക്കറിയാമോ? സോ രണ്ട് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, ബട്ട് നമുക്കത് അറിയാം. അപ്വേർഡ് ഏറ്റവും മുകളിൽ എത്തുമ്പോൾ, അപ്വേർഡ് ജേണിയിൽ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0, ആക്സിലറേഷൻ -g. നമ്മൾ നേരെ കൊടുക്കുന്നു v ഈസ് ഈക്വൽ ടു u പ്ലസ് at. ടൈമല്ലേ കാണേണ്ടത്? v എന്നതിന് 0, u, a എന്നത് -gt. സോ -gt ഇപ്പുറം വന്നാൽ gt ഈസ് ഈക്വൽ ടു u. അപ്പോൾ t എന്താണ്? u ഡിവൈഡഡ് ബൈ g. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രോബ്ലം പോലെ, ഒരു ഇക്വേഷൻ പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആദ്യം തന്നെ വന്നത്. മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെഡിയാണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്. What is a null vector or zero vector? Give any two properties. എന്താണ് സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ? സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 0. ഒരു വെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കമന്റ് ചെയ്യണം. സീറോ വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും. ഡയറക്ഷൻ എനി ആർബിറ്ററി ഡയറക്ഷൻ ആയിരിക്കും. എനി ഡയറക്ഷൻ എന്ന് പറയാം. എനി ഡയറക്ഷൻ. ഓക്കെ, ഇതാണ് ഒരു സീറോ വെക്ടർ. ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടീസ് പറയാൻ പറഞ്ഞാൽ വെക്ടർ എ പ്ലസ് സീറോ വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ എ തന്നെയായിരിക്കും. വെക്ടർ എ ഇൻറ്റു സീറോ വെക്ടർ എന്ന് പറയുന്നത് സീറോ വെക്ടർ ആയിരിക്കും. ഇങ്ങനെ വെക്ടറിൻ്റെ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വെച്ചിട്ട് സീറോ വെക്ടറിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസും പറയാം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Choose the correct option. The spring force is a conservative or non-conservative force. എന്ത് ഫോഴ്സ് ആണ്? സ്പ്രിംഗ് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതെല്ലാം പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെയാണ് സ്പ്രിംഗ് ഫോഴ്സും. പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വർക്ക് ഡൺ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നാണ് പറയുക. ഡ്രോ ദ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജീസ് ഓഫ് എ സ്പ്രിംഗ് വിത്ത് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനുമായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓസിലേഷൻ പോലെയൊക്കെ വിചാരിക്കാം. ഓക്കെ, ഇക്വിലിബ്രിയം പൊസിഷനിലാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും 0 ഉണ്ടാവുക. അതിനെ ഇലോങ്ങേറ്റ് ചെയ്താലും കംപ്രസ് ചെയ്താലും പൊട്ടൻഷ്യൽ എനർജി കൂടും. നമുക്ക് ആ പോയിന്റുകളെ നമ്മൾ ഇങ്ങനെ വരച്ച് കാണിച്ചാൽ ഒരു സെൻട്രൽ പോയിന്റ്, മീൻ പോയിന്റ് പോലെ നമുക്ക് എടുക്കാം. ഇതൊരു എക്സ്ട്രീം, ഇത് മറ്റൊരു എക്സ്ട്രീം അല്ലേ? ഓസിലേഷനിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. മീനിലാണ് പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും കുറവ്. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ഏറ്റവും കുറവായിരിക്കും. എക്സ്ട്രീമിൽ പൊട്ടൻഷ്യൽ, അതായത് കംപ്രസ് ചെയ്താലും ഇലോങ്ങേറ്റ് ചെയ്താലും പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കത് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ആ മീനാണ് അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ. രണ്ട് എക്സ്ട്രീമുകളാണ് കംപ്രസ് ചെയ്ത് ഇലോങ്ങേറ്റ് ചെയ്ത പൊസിഷൻസ്. ഇനി കൈനറ്റിക് എനർജി വരയ്ക്കാൻ പറഞ്ഞാലോ, കൈനറ്റിക് എനർജി എക്സ്ട്രീമിൽ എത്തുമ്പോഴായിരിക്കും കൈനറ്റിക് എനർജി ഏറ്റവും കുറവുണ്ടാവുക. മീനിൽ കൈനറ്റിക് എനർജി കൂടുതലാണ്. യെസ്, അപ്പോൾ നേരെ തിരിച്ച്. അപ്പോൾ ഈ കാണുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി ഗ്രാഫ്, ഈ കാണുന്നതാണ് കൈനറ്റിക് എനർജി ഗ്രാഫ്. ക്ലിയർ ആണോ? ഓക്കെ,
ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻ ഒബ്ജക്ട്? മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എന്തായിരുന്നു? I ഈസ് ഈക്വൽ ടു mr². എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആക്സിസിൽ നിന്ന്, ഇതാണ് ഒരു ആക്സിസ്, ആ ആക്സിസിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് r ദൂരമുണ്ട്. അപ്പോൾ ആ ദൂരത്തെ ഡിപ്പെൻഡ് ചെയ്യും. മാസ് ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യും. സോ മാസ്, ആക്സിസിൽ നിന്നുള്ള ദൂരം, മാസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Consider a planet moving in an elliptical orbit around the sun as shown in figure. If T1 and T2 be the time taken by the planet to go from P1 to P2 and P3 to P4. അപ്പോൾ നമ്മൾ പ്ലാനറ്റ് പോവാണ്. P1 മുതൽ P2 വരെ എത്താൻ ഒരു T സമയമുണ്ട്, T1 സമയമുണ്ട്. P3 മുതൽ P4 വരെ പോകാൻ ഒരു T2 സമയമുണ്ട്. ഓക്കെ, by the planet to go from P1 to P2 and P3 to P4 respectively. The two shaded are equal area. ഈ ഏരിയയും ഈക്വൽ ആണ്. യെസ്, നമ്മൾ പഠിച്ചതാണ് ലോ ഓഫ് ഏരിയ. ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഏരിയ കവർ ചെയ്യും എന്നുള്ളതായിരുന്നു ലോ ഓഫ് ഏരിയ. അപ്പോൾ ഇവിടെ ഏരിയ ഈക്വൽ ആണെങ്കിൽ ടൈം ഇൻ്റർവെല്ലും ഈക്വൽ ആയിരിക്കണം, അല്ലേ? സോ T1 is equal to T2. State the law which explains the above case. ആ ലോയുടെ പേരായിരുന്നു ലോ ഓഫ് ഏരിയ. പറയുന്നത് എ പ്ലാനറ്റ് കവേഴ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. എല്ലാ പ്ലാനറ്റുകളും സണ്ണിന് ചുറ്റും കറങ്ങുമ്പോൾ ഒരേ സമയം കൊണ്ട് ഒരേ ഏരിയ കവർ ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. എ ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് അണ്ടർ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. വൈ? എന്തിനാണ് സ്ഫെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നത്? എല്ലാ ലിക്വിഡ് സർഫേസുകൾക്കും സർഫേസ് ടെൻഷൻ ഉണ്ട്. എന്താണ് സർഫേസ് ടെൻഷൻ? സർഫേസ് ടെൻഷൻ കാരണം എപ്പോഴും അതിൻ്റെ സർഫേസിൻ്റെ ഏരിയ ഏറ്റവും മിനിമം ആക്കാൻ എല്ലാ സർഫേസുകളും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇറ്റ് ഹാസ് എ ടെൻഡൻസി എന്തിനുള്ള ടെൻഡൻസി ഉണ്ട്? ടു ഗെറ്റ് മിനിമം ഏരിയ. ഏറ്റവും ചെറിയ ഏരിയ ഉണ്ടാക്കാൻ അവർക്കൊരു ടെൻഡൻസി ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് അത് സ്ഫെറിക്കൽ ഷേപ്പിൽ നിൽക്കുന്നത്. സോ മിനിമം ഏരിയ ഉണ്ടാവാൻ വേണ്ടി സർഫേസ് ടെൻഷൻ ആണ് അതിൻ്റെ റീസൺ. വെൻ എ പെയിൻറ്റിംഗ് ബ്രഷ് ഈസ് ഡിപ്ഡ് ഇൻ വാട്ടർ ഇറ്റ്സ് ഹെയർസ് ക്ലിങ് ടുഗെദർ. വൈ? അല്ലേ, ഒരു പെയിൻറ്റിംഗ് ബ്രഷ് നമ്മൾ വെള്ളത്തിലേക്ക് മുക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഇങ്ങനെ കൂടി ചേർന്ന് വീണ്ടും ഒരു സ്ഫെറിക്കൽ ഷേപ്പിലാണ് ഉണ്ടാവുക. സെയിം റീസൺ തന്നെ. റീസൺ എന്താണ് മക്കളെ? സർഫേസ് ടെൻഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ. The position time graph of an object is shown below. Draw the velocity time graph and find total displacement. എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഈ ഭാഗം കാണിക്കുന്നത്? ഓക്കെ, ആദ്യം 3 സെക്കൻഡ് വരെ ഒബ്സർവ് ചെയ്യാം. 3 സെക്കൻഡ് വരെ പൊസിഷൻ യൂണിഫോം ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അതിനൊരു യൂണിഫോം വെലോസിറ്റി ഉണ്ട്. എന്താണ് സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ്? ഇവിടെ ഞാൻ എഴുതാം സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ്. സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് എന്ന് പറയുന്നതാണ് വെലോസിറ്റി. കാരണം നമ്മളോട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം അപ് ടു 3 സെക്കൻഡ് എന്താണ് സ്ലോപ്പ്, അതായത് വെലോസിറ്റി. എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും ചേഞ്ച് നോക്കണം. വൈ ആക്സിസ് 6 - 0, ശരിയല്ലേ? 6 - 0. എക്സ് ആക്സിസ് എത്രയാ? എക്സ് ആക്സിസ് വരുന്നത് 3 - 0, അല്ലേ? 3 - 0. So 6 - 0 divided by 3 - 0, that is equal to 6/3, 2 meter/second. അപ്പോൾ 3 സെക്കൻഡ് വരെ ഉള്ള വെലോസിറ്റി നമുക്ക് കിട്ടി 2 meter/second. അപ്പോൾ ആ ഗ്രാഫ് അങ്ങ് വരച്ചാലോ? ആദ്യം നോക്കാം. യെസ്, ആക്സിസുകൾ വരയ്ക്കുന്നു. ആക്സിസുകൾ കാണിക്കാം. ഇവിടെ ടൈം ഉണ്ട്, ഇവിടെ വെലോസിറ്റി ഉണ്ട്. 3 സെക്കൻഡ് വരെ വെലോസിറ്റിയുടെ വാല്യൂ 2 meter/second. കണ്ടോ? 3 സെക്കൻഡ് വരെ വെലോസിറ്റിയുടെ വാല്യൂ 2 meter/second. അതിനുശേഷം 3 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ നെഗറ്റീവ് സ്ലോപ്പാണ്. വീണ്ടും സ്ലോപ്പ് നമുക്ക് കാണാം. ഏത് മുതൽ ഏത് വരെ? 3 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ. വീണ്ടും സ്ലോപ്പ് കണ്ടോളൂ. സ്ലോപ്പ് കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വൈ ആക്സിസിൻ്റെ ചേഞ്ച് 0 മുതൽ 6 വരെ. സോ 0 - 6, അല്ലേ? 0 - 6 divided by x axis in a change 5 - 3. So -6/2, that is equal to -3 meter/second. Okay, so 3 second മുതൽ 5 second വരെ velocity വരുന്നു
3. അപ്പോൾ ഇവിടെ നമുക്ക് -3ൽ ഒരു ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാവും. നോക്കിയടാ, ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ, നല്ലൊരു ക്വസ്റ്റൻ ആണേ, സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആണേ. മക്കൾ ഇത് ചെയ്ത് പഠിക്കണേ. ഇതൊന്നും അറിയാതെ പോയിട്ട് എക്സാം ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും പറയരുതേ മക്കളെ. ഇത് ചോദിക്കുവേ. ഓക്കെ, എക്സാമിന് ചോദിച്ചതാണ്, ഇനിയും ചോദിക്കും. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? ആദ്യത്തെ 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള സ്ലോപ്പ് കണ്ടു. അപ്പോൾ ഒരു വെലോസിറ്റി കിട്ടി 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അത് പോസിറ്റീവ് ആണ്, 2 മീറ്റർ പെർ സെക്കൻഡ്. ഏത് സമയം വരെ? 3 സെക്കൻഡ് വരെ. പിന്നെ 3 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ അത് നെഗറ്റീവ് സ്ലോപ്പിലാണ് കിടക്കുന്നത്. വെലോസിറ്റി നെഗറ്റീവ് ആണ്. വീണ്ടും നമ്മൾ സ്ലോപ്പ് കണ്ടു. അപ്പോൾ നമുക്ക് കിട്ടി -3. 3 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ -3 എന്ന വെലോസിറ്റി കണ്ടല്ലോ. ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞു. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരുന്നു കാണുക? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഏരിയ കാണണം അല്ലേ? ഏരിയ ഓഫ് വി ടി ഗ്രാഫ്, ഏരിയ ഓഫ് വി ടി ഗ്രാഫ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഏരിയ എന്താ വരിക? ഈ ഏരിയ കാണണം. ഈ ഏരിയ കാണുമ്പോൾ നമുക്ക് ലെങ്ത് എടുത്ത് 2 × 3 എന്നല്ലേ കിട്ടുക? 2 × 3 പ്ലസ് പിന്നെ നമുക്ക് ഈ താഴെയുള്ള ഈ ഏരിയ കാണണം. ഈ ഏരിയ കാണുമ്പോൾ ഈ വാല്യൂ 2 ആണ്, ഈ വാല്യൂ 2, ഇത് -3 ആണ്. സോ 2 × -3, 2 × -3, സോ ടോട്ടൽ വാല്യൂ 0. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 എന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റ് തുടങ്ങിയ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കണം, അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് കാണണം. അടുത്ത ക്വസ്റ്റ്യൻ. A javelin is projected at an angle of 30 degree with an initial velocity of 5 meter per second from the ground. അപ്പോൾ ആംഗിൾ തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. വാട്ട് ആർ ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്? അപ്പോൾ ജാവലിൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്ടൈൽ മോഷൻ അല്ലേ? പ്രൊജക്ടൈൽ മോഷനിൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഇതല്ലേ ഹയസ്റ്റ് പോയിന്റ്. ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എന്താ? u cos θ. 0 എന്ന് പറഞ്ഞേക്കരുതേ. വെർട്ടിക്കൽ വെലോസിറ്റി ആയ u sin θ ആണ് 0 ആവുക. ഹൊറിസോണ്ടൽ വെലോസിറ്റി u cos θ അങ്ങനെ തന്നെ ഉണ്ടാവും. സോ u എത്ര? 5 × cos 30, അതായത് 5 × √3/2. സോ 5/2 2.5 ആണ്. 2.5 √3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി കിട്ടി. ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ എപ്പോഴും g ആണ്. g 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പോൾ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി കിട്ടിയോ? ആക്സിലറേഷൻ കിട്ടിയോ? പഠിച്ചു വെക്കണേ. വാല്യൂ മാറ്റി ചോദിക്കാവേ. വാല്യൂ മാറിയാലും ഈ കോൺസെപ്റ്റുകൾ ഇങ്ങനെ ചോദിക്കുവേ, മക്കളെ തെറ്റിക്കരുതേ. ഓക്കെ, അടുത്ത 2 മാർക്ക് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഫയറിംഗ് എ ബുള്ളറ്റ് ഫ്രം എ ഗൺ എക്സ്പീരിയൻസ് എ ബാക്ക്വേർഡ് ജർക്ക്. എല്ലാവർക്കും അറിയാലോ അല്ലേ? ഒരു ഗൺ ഇങ്ങനെ ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഗണ്ണ് ബാക്കിലേക്ക് തെറിക്കുന്നുണ്ട്. റൈറ്റ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ്. ന്യൂട്ടൺസ് third law. For every action there is an equal and opposite reaction. A bullet of mass 15 gram fired with a velocity 100 meter per second. A gun of mass 2 kg. Find the recoil speed. And then equation v is equal to m small v divided by capital M. മുകളിലുള്ള സ്മോൾ m സ്മോൾ v എന്തിൻ്റെയാ? ബുള്ളറ്റിൻ്റെ മാസ് വെലോസിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് വരിക? ബുള്ളറ്റിൻ്റെ മാസ് 15 ഗ്രാം. സോ 15 × 10⁻³ വെലോസിറ്റി എത്രയാ? 100 ബൈ ക്യാപിറ്റൽ എം എന്താണ്? ഗണ്ണിൻ്റെ മാസ് 2 kg. സോ 15 divided by 2 7.5. 10⁻³ 100 കൂടെ 10⁻⁻1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.75 മീറ്റർ പെർ സെക്കൻഡ്. ഇതായിരിക്കും റീകോയിൽ വെലോസിറ്റി. പ്രോബ്ലംസ് ഒക്കെ കാണുമ്പോൾ പലപ്പോഴും കുട്ടികൾ അയ്യോ ഇതെന്നെ കൊണ്ടൊന്നും പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് നിർത്തിപ്പോകുന്ന കണ്ടിട്ടുണ്ട്. മക്കളെ, പ്രോബ്ലംസ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. സിമ്പിൾ പ്രോബ്ലം ചോദിക്കുള്ളൂ. ഇക്വേഷൻസ് വെച്ചുള്ള സാധാരണ പ്രോബ്ലം ചോദിക്കുള്ളൂ. മക്കൾ വിട്ടു പോവരുത്. ഇക്വേഷൻസ് ജസ്റ്റ് എഴുതുക, തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക, കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുവടാ. ഒരു കുഴപ്പമില്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനൊക്കെ വന്നിട്ട് ഡിഫിക്കൽട്ട് ആണെന്ന് പറയരുതേ, മക്കൾ ചെയ്തിട്ട് പോണേ. ഓക്കെ, ഡ്രോ ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി വിത്ത് ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് ഇതിനനുസരിച്ച്, അപ്പോൾ ഹൈറ്റ് കൂടുന്നതായിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ ഹൈറ്റ്. ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നോക്കാം. വേരിയേഷൻ ഓഫ് കെ ആൻഡ് പി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി വിത്ത് ഹൈറ്റ്. അപ്പോൾ നമുക്കറിയാം ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ കൈനറ്റിക് എനർജി കൂടി വരും. ശരിയല്ലേ? ഹൈറ്റ് കുറയുമ്പോൾ കൈനറ്റിക് എനർജി കൂടും, ഹൈറ്റ് കുറയുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. തിരിച്ചു പറഞ്ഞാൽ ഹൈറ്റ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി കുറയും. സോ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ഇതായിരിക്കും കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്. ഹൈറ്റ് കൂടുന്നു, കൈനറ്റിക് എനർജി കുറയുന്നു. പൊട്ടൻഷ്യൽ എനർജി നേരെ തിരിച്ചാണ്. ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടും, ഹൈറ്റ് കുറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയും. സോ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ഇതായിരിക്കും പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. ഒരു ബോഡിയുടെ മുകളിലോട്ട് എറിയുക, താഴോട്ടേക്ക് വീഴുക എന്നൊക്കെ പറയുന്ന കേസിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. പ്രശ്നമില്ലല്ലോ.
സിമ്പിൾ അല്ലേ? എന്താ നോക്കേണ്ടത്? ഹൈറ്റ് കുറയുമ്പോൾ കൈനറ്റിക് എനർജി കൂടും, ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടും. ഇതാണ് സംഭവിക്കുക. അതാണ് നമ്മൾ ഈ ഗ്രാഫിൽ വരച്ചിരിക്കുന്നത്. മക്കളെ ചെയ്യണേ. The centripetal force of a body of mass m and velocity v moving in a circular orbit of radius r is given by physics. Write the dimensional formula of force. എല്ലാവർക്കും അറിയാലോ dimensional formula of force എന്താണ്? m raised to 1 l raised to 1 t raised to -2. Using the formula of write an equation to percentage. ഇത് നമുക്ക് ഇപ്പോൾ ഇല്ല കേട്ടോ. പെർസെൻറ്റേജ് ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ് മക്കളെ. അതായത് കഴിഞ്ഞ 2 വർഷം മുന്നേ നമുക്ക് ചില ടോപ്പിക്കിൻ്റെ ഡിലീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എറേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഇപ്പോൾ പഠിക്കാനില്ല. അതുകൊണ്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത് state the law of conservation of linear momentum. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. law of conservation of linear momentum. In the absence of external force the total momentum of a body is conserved. അറിയാമോ എന്താ പറയേണ്ടത്? in the absence of external force എന്ന് പറയാം, അല്ലെങ്കിൽ if the external force is 0 എന്ന് പറയാം, അല്ലെങ്കിൽ in an isolated system എന്ന് പറയാം. ഇതെല്ലാം മക്കൾ എന്താ കാണിക്കുന്നത്? f net 0. so if force 0 then momentum is constant അല്ലെങ്കിൽ conserved എന്ന് പറയുന്നതിനെയാണ് നമ്മൾ law of conservation of linear momentum എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. യൂസിങ് എ സ്യൂട്ടബിൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിറൈവ് ദ റിലേഷൻ. യെസ്, ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ റിലേഷൻ എഴുതിയാൽ അല്ലെങ്കിൽ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്യണം. വേഗം പറയണോ? അതായത് ഇങ്ങനെ എഴുതുക. ഇവിടെ ടി ഉണ്ട്, ഇവിടെ വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ്. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ഫൈനൽ വെലോസിറ്റി വി ആണ്, ടൈം ഇവിടെ നമുക്ക് കാണാം ടി ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യും അല്ലേ? ഇത് ഏരിയ 1, ഇത് ഏരിയ 2. നമ്മളെന്താ ചെയ്യുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് വി ടി ഗ്രാഫ് എന്ന് പറയും അല്ലേ? ഏരിയ ഓഫ് വി ടി ഗ്രാഫ്. ഏരിയ 1 കാണുമ്പോൾ ഏരിയ 1ഉം ഏരിയ 2ഉം കൂട്ടണം അല്ലേ? ഏരിയ 1 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, കാരണം ഇത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആണല്ലോ. ഏരിയ 2 എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. ട്രയാങ്കിൾ ആകുമ്പോൾ ഹാഫ് ബി എച്ച്. എന്താ ലെങ്ത്തും ബ്രെഡ്ത്തും? യു ഇൻറ്റു ടി അല്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും ഇതാണ് ലെങ്ത്ത് ബ്രെഡ്ത്ത് ഇതല്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പോൾ ഇത് യു, ഇത് ടി. അപ്പോൾ യു ഇൻറ്റു ടി പ്ലസ് ഹാഫ്. ട്രയാങ്കിളിൻ്റെ ബേസ് എന്താ? ട്രയാങ്കിളിൻ്റെ ബേസ് ഇതല്ലേ? അത് ടൈമാണ്. ഹൈറ്റ് എന്താ? ഇതാണ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്താ കിട്ടുക? വി മൈനസ് യു അല്ലേ? ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വി മൈനസ് യു. ഇനി ആദ്യത്തെ ഇക്വേഷൻ പ്രകാരം വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്, അതല്ലെങ്കിൽ വി മൈനസ് യു എന്ന് പറയുന്നത് എ ടി ആണ്. അപ്പോൾ വി മൈനസ് യുവിന് നമ്മൾ എ ടി കൊടുത്താൽ ദിസ് ഈസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും. ഇതായിരുന്നു ഇക്വേഷൻ. 2 മാർക്കാണ്, ഡെറിവേഷൻ ആണ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കൺഫേംഡ് ക്വസ്റ്റ്യൻ ആണ്. മക്കൾ എന്തായാലും അത് പ്രാക്ടീസ് ചെയ്ത് പോകണം. അടുത്ത്, എ ബോയ് ത്രോസ് എ ബോൾ ഓഫ് മാസ് 200 gram വിത്ത് എ വെലോസിറ്റി 20 m/s at an angle of 40 degree with the horizontal. What is the kinetic energy of the ball at the highest point? ട്രാജക്ടറിയുടെ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആ വെലോസിറ്റി ആയിരുന്നു യു കോസ് തീറ്റ. മറക്കരുതേ, ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 എന്ന് പറയരുത്. സോ ഹയസ്റ്റ് velocity u cos theta. അപ്പോൾ എന്താ kinetic energy? Kinetic energy is equal to half mv square. That is equal to half m into ആ വെലോസിറ്റിയുടെ സ്ഥാനത്ത് u cos theta കൊടുക്കാം, u cos theta the square. That is equal to half into മാസ് എത്ര? 200 gram. So 200 into 10 raised to -3 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. വെലോസിറ്റി 20 into cos theta cos 40. അപ്പോൾ cos 40 നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ സ്ക്വയർ എടുക്കണം, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, ഫൈനൽ കാൽക്കുലേഷൻ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നു. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ആ ഇക്വേഷൻ ആയിരിക്കും പലർക്കും കൺഫ്യൂഷൻ ആവുക. അപ്പോൾ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തിയാൽ വെലോസിറ്റി യു കോസ് തീറ്റ, കൈനറ്റിക് എനർജി എടുക്കുമ്പോൾ ഹാഫ് എം ഇൻറ്റു ആ വെലോസിറ്റിയുടെ സ്ക്വയർ എടുക്കുക കേട്ടോ. റൈറ്റ് ദ വർക്ക് ഡൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ആസ് 0, പോസിറ്റീവ്, നെഗറ്റീവ്. 3 ടൈപ്പ് ഓഫ് വർക്ക് ഉണ്ട് നമുക്കറിയാം. ഈ തന്നിരിക്കുന്നതിൽ ഓരോന്നും പോസിറ്റീവ്, നെഗറ്റീവ്, 0 എന്ന് പറയണം. വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ എന്താണ്? 0 വർക്ക് അല്ലേ? കാരണം സെൻട്രിപെറ്റൽ ഫോഴ്സ് സെൻട്രലിലേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് ടാൻജന്റിലാണ്, ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. രണ്ടാമത്തത്, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് നെഗറ്റീവ്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് നെഗറ്റീവ്. 3, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ് പോസിറ്റീവ്. ഗ്രാവിറ്റി താഴേക്കാണ്, ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റും താഴേക്കാണ്, രണ്ടും സെയിം ഡയറക്ഷനിലാണ്, വർക്ക് ഡൺ പോസിറ്റീവ്. 4, വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ഇൻ ലിഫ്റ്റിംഗ് എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്യാണ്, അപ്ലൈഡ് ഫോഴ്സ് മുകളിലോട്ടേക്ക്, ലിഫ്റ്റ് ചെയ്യുന്നത് മുകളിലോട്ടേക്ക്, വീണ്ടും വർക്ക് പോസിറ്റീവ്.
ക്ലിയർ ആണോ മക്കളെ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് ഫ്രം ദ സർഫേസ് ഓഫ് എ പ്ലാനറ്റ്. എർത്ത് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും അറിയാമോ എന്താ ചെയ്യുക? എസ്കേപ്പ് വെലോസിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഇത് എർത്തിൻ്റെ സർഫേസ് ഇങ്ങനെ എടുക്കാം. ഇവിടെ എർത്തിൻ്റെ ഫീൽഡ് നമുക്ക് കാണാം. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടുന്ന് ത്രോ ചെയ്യാണ്. അതിങ്ങനെ പോയി 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 ഫീൽഡിൻ്റെ വെളിയിൽ ജസ്റ്റ് എത്തണം. ഈ പോയിന്റ് നമ്മൾ എ എന്ന് വിളിക്കുന്നു, ഈ പോയിന്റ് നമ്മൾ ബി എന്ന് വിളിക്കുന്നു. എയിൽ കൈനറ്റിക് എനർജി ഉണ്ട് ½mv², കാരണം അവിടെ നമ്മൾ v എന്നൊരു വെലോസിറ്റിയിൽ ത്രോ ചെയ്യാൻ, അതാണ് എസ്കേപ്പ് വെലോസിറ്റി. പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് -gmm/r, അതാണ് എ എന്ന പോയിന്റ്. ഇനി ബി എന്ന പോയിന്റ്, അവിടെ വെലോസിറ്റി 0 ആണ്, അതുകൊണ്ട് കൈനറ്റിക് എനർജിയും 0 ആണ്, കാരണം ജസ്റ്റ് എസ്കേപ്പ് ആയാൽ മതി. പൊട്ടൻഷ്യൽ എനർജി ഔട്ട്സൈഡ് ദ ഫീൽഡ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയും 0 ആണ്. സോ ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ്, ടോട്ടൽ എനർജി ഈസ് സെയിം. അപ്പോൾ എയിലെയും ബിയിലെയും ടോട്ടൽ എനർജി സെയിം ആയിരിക്കണം. ടോട്ടൽ എനർജി എ ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ബി. ടോട്ടൽ എനർജി എ എന്ന് പറയുമ്പോൾ ½ mv² -gmm/r ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ബി 0 ആണ്. സോ ½ mv² ഈസ് ഈക്വൽ ടു മൈനസ് അപ്പുറത്ത് പോയപ്പോൾ പ്ലസ് ആയി gmm/r. സ്മോൾ എം കട്ട് ചെയ്യുക, 2 അപ്പുറം കൊണ്ടുപോവുക, അപ്പോൾ v² കിട്ടും. റൂട്ട് എടുത്താൽ v കിട്ടും. സോ v ഈസ് ഈക്വൽ ടു √2gm/r. വെരി 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 ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിക്കും എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. A typical stress strain graph of material shown. Write the name of the point B labeled in the diagram. ഇതല്ലടാ B എന്ന് പറയുന്ന പോയിന്റ് പേരായിരുന്നു yield point അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ്. എയുടെ പേരായിരുന്നു പ്രൊപ്പോർഷണൽ ലിമിറ്റ് അല്ലേ? എ പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ബി എന്ന് പറയുന്നത് yield point അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ്. ഫോർ മെറ്റീരിയൽ ലൈക്ക് കോപ്പർ ദ പോയിന്റ് ഡി ആൻഡ് ഡി എന്തായിരിക്കും? ക്ലോസ് ആയിരിക്കും, ഫാർ അപ്പാർട്ട് ആയിരിക്കും? ഫാർ അപ്പാർട്ട് ആയിരിക്കും, കാരണം ഇ എന്ന് പറയുന്നതാണ് ഫ്രാക്ചർ പോയിന്റ്. ഫ്രാക്ചർ പോയിന്റ് ദൂരെയാണ് കോപ്പർ പോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് ഉണ്ടാവുക. അടുത്ത്, ദ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ കോപ്പർ ബോൾ ഓഫ് റേഡിയസ് 2 mm ഫോളിംഗ് ത്രൂ എ ടാങ്ക് ഓഫ് ഓയിൽ 20 ഡിഗ്രി സെൽഷ്യസ്, റേഡിയസ് 2 mm. ഓക്കെ, ടെർമിനൽ തന്നിരിക്കുന്നു 6.5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. കാൽക്കുലേറ്റ് വിസ്കോ. എന്തായിരുന്നു ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ? 2/9 r²g ρ-σ/η. വലിയൊരു ഇക്വേഷൻ ആണ്. അതിലെ ഈറ്റയാണ് ക്വസ്റ്റ്യൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്, വെലോസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈറ്റ ഈസ് ഈക്വൽ ടു, ഈ ഈറ്റ ഇങ്ങോട്ട് കൊണ്ടുവരിക, വെലോസിറ്റി ഇങ്ങോട്ട് കൊണ്ടുപോകാം. സോ 2/9 ഇൻറ്റു r², 2 mm ആണ്. സോ 2 × 10⁻³ അതിൻ്റെ സ്ക്വയർ. ജി 9.8. ρ-σ രണ്ടും വരുന്നത് 8.9 ആണ് സോളിഡിൻ്റെത്, 1.5 ആണ് ലിക്വിഡിൻ്റെത്. സോ 8.9 - 1.5 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ വി താഴെ വരണം 6.5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇൻറ്റു 10⁻². മക്കളെ ഞാൻ വാല്യൂ മാത്രം എഴുതിയിരിക്കുകയാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇക്വേഷൻ കാണുമ്പോൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞത്. നമുക്ക് വേഗം കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം, കാരണം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പലപ്പോഴും നിങ്ങൾക്ക് ഇക്വേഷൻ ചൂസ് ചെയ്യുന്നിടത്തായിരിക്കും കൺഫ്യൂഷൻ വരിക. ഡിഫൈൻ പ്ലെയിൻ ആംഗിൾ. സാധാരണ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താടാ? ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ സബ്റ്റൻഡ് ബൈ എൻ ആർക്ക് ഓഫ് എ റേഡിയസ് ഓഫ് ആർ എന്ന് നമുക്ക് പറയാം. ഒരു സർക്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആർക്ക് നമ്മൾ എടുക്കുന്നു, അതിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ ആ ആർക്ക് നമ്മളിങ്ങനെ സർക്കിൾ എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ആർക്ക് ഉണ്ട്. ഓക്കെ, സർക്കിൾ നമുക്കിവിടെ ഇങ്ങനെ എവിടെയെങ്കിലും നമുക്കൊരു ആർക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് സെൻറ്റർ ആണ്, ഇത് റേഡിയസ് ആണ്. ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. 2 മാർക്കിന് ചോദിക്കുമ്പോൾ മക്കളെ ആ ഡെഫിനിഷൻ മാത്രം പറയണ്ട, ഇക്വേഷൻ കൊണ്ട് കൊടുത്തോളൂ. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്, ഇത് എക്സ് ആണെങ്കിൽ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന് ഇക്വേഷൻ കൊടുക്കുക. യൂണിറ്റ് വേണേൽ കൊടുക്കാം. യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ് കേട്ടോ, അല്ലാതെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരിക്കൽ ചോദിച്ചാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. 2 മാർക്കിന് നിങ്ങളോട് ഡിഫൈൻ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആംഗിളിൻ്റെ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ ചിലപ്പോൾ 2 മാർക്ക് കിട്ടൂല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ എഴുതുക, യൂണിറ്റും കൂടെ കൊടുക്കുക. നോക്കുന്നവർ ഹാപ്പി ആവട്ടെ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം അല്ല, അത് വെർട്ടിക്കലി അപ്പാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പ്രൊജക്റ്റിലാണ് പറഞ്ഞത്. എ പ്ലെയർ ത്രോസ് എ ബോൾ വെർട്ടിക്കലി അപ്പ് നമ്മളൊരു ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്? ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0, ആക്സിലറേഷൻ g. ഇത് നേരെ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ ബോഡി ഹാവിംഗ് വെലോസിറ്റി 0 ആൻഡ് സ്റ്റിൽ ആക്സിലറേറ്റിംഗ് എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. I repeat the question. Give an example for a body having velocity 0 but still accelerating. Velocity 0യും ആക്സിലറേഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന ബോഡിക്ക് എക്സാമ്പിൾ പറയുക. എന്താ നിങ്ങൾ എഴുതേണ്ടത്? എ ബോഡി ത്രോൺ അപ്വാർഡ്സ് ആൻഡ് റീച്ചസ് മാക്സിമം ഹൈറ്റ്. അറ്റ് ദാറ്റ് പോയിന്റ് വെലോസിറ്റി 0 ബട്ട് ഇറ്റ് ഹാസ് ആൻ ആക്സിലറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നിർത്തുകയാണ്. രണ്ട് ക്വസ്റ്റ്യൻ കൂടെ മക്കൾക്ക് മനസ്സിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ വേഗം പറഞ്ഞു പോവാണ്. ചെറിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. 2 വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ ഗിവൺ ബിലോ. എ ആൻഡ് ബി ഉണ്ടോ? വെക്ടേഴ്സ് എ ആൻഡ് ബി. ഇതാണ് വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആവണം വിത്ത് ആൻ ആംഗിൾ തീറ്റ അല്ലേ? Redraw the figure and show the vector sum using parallel method. ഒന്നുമില്ല, ഇതിന് പാരലോഗ്രാം പറയുമ്പോൾ ഇതിൻ്റെ ഒരു പാരലൽ സൈഡ് ഇവിടെ വരച്ച് ചേർക്കുക. ഇതിൻ്റെ ഒരു പാരലൽ സൈഡ് നിങ്ങൾ സ്കെയിൽ എടുത്ത് വരക്കണേ, ഇവിടെ വരച്ച് ചേർക്കുക. അതിൻ്റെ ഡയഗണൽ അങ്ങ് വരച്ച് ചേർക്കുക. ഈ ഡയഗണൽ ആയിരിക്കും റിസൾട്ടൻ്റ് അല്ലേ? റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ ആണത്. പാരലോഗ്രാമിലോ പറയുന്നത് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ അത് റിസൾട്ടൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് വോളിയം of a given mass of water with temperature from 0 degrees Celsius. Yes, വാട്ടറിന്റെ വളരെ രസകരമായ ഒരു പ്രോപ്പർട്ടിയാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതായത് വെള്ളത്തെ നമ്മൾ ചൂടാക്കാൻ തുടങ്ങിയാൽ 0 to 4 ഡിഗ്രി സെൽഷ്യസ് വരെ വോള്യം കുറയും. 4 ഡിഗ്രി സെൽഷ്യസിന് ശേഷം വോള്യം കൂടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ വോള്യം ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് ഉണ്ടാവുന്നത് ഇങ്ങനെ അപ് ടു 4 ഡിഗ്രി സെൽഷ്യസ് വോള്യം കുറയുന്നു, അതിനുശേഷം വോള്യം കൂടുന്നു. ഇതാണ് ആ ഗ്രാഫ്. So in the graph mark the temperature at which water has maximum density. വോള്യം ഏറ്റവും കുറയുമ്പോഴാണ് ഡെൻസിറ്റി മാക്സിമം ആവുക. So that temperature is 4 degrees Celsius. Yes. What is sublimation? എന്താ സബ്ലിമേഷൻ എന്ന് പറയുന്നത് മക്കളെ? സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് നേരെ ഗ്യാസ് ആവുക, ലിക്വിഡ് ആവാതെ സോളിഡ് നേരെ ഗ്യാസ് ആവുന്നതിന് വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ സബ്ലൈം മെറ്റീരിയൽ. നിങ്ങൾ നാഫ്തലിൻ ഗുളികകൾ കണ്ടിട്ടുണ്ടോ? നാഫ്തലിൻ ഗുളികകൾ സോളിഡ് ആണ്, ബട്ട് അതിങ്ങനെ അലിഞ്ഞ് നമ്മൾ വെള്ളമായിട്ട് കാണുന്നില്ല, അത് ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് തെറിച്ചു പോകും. അയോഡിൻ ഒരു എക്സാമ്പിൾ ആണ്, ആഴ്സനിക് എക്സാമ്പിൾ ആണ്, നാഫ്തലിൻ ഗുളികകൾ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഡിഫറൻസ് ഇതില്ല മക്കളെ, ഇത് നമുക്ക് എററാണ്, എറർ കാൽക്കുലേഷൻ ആണ്. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ, ലാസ്റ്റ് വൺ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്കൊന്ന് മാച്ച് ചെയ്യാം. ടോർക്ക് R cross F, angular momentum perpendicular to L and P, rotational equilibrium delta tau, sum of tau is equal to 0, linear velocity omega cross R. Okay, so 2 mark questions ന്റെ ഒരു ഫാസ്റ്റ് ഡിസ്കഷൻ നമ്മൾ നടത്തിയത്. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മക്കൾ നല്ലോണം പഠിച്ചു പോവാ. നിങ്ങൾക്ക് വേണ്ട വീഡിയോകൾ വേഗം കമൻറ്റ് ചെയ്യുക. ഇനിയുള്ള 2-3 ദിവസങ്ങൾ നമുക്ക് അത്രയും ക്രൂഷ്യലാണ്. ഫിസിക്സ് നമുക്ക് ഫുൾ മാർക്ക് പിടിക്കണം. ഏകൺ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ അടക്കമുള്ള എല്ലാ ടീച്ചേഴ്സും കൂടെയുണ്ട്. നമുക്ക് ഫിസിക്സ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. ആർ യു റെഡി? യെസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.